ഈ കാണുന്ന ചെടിയെ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കുമെന്ന് എനിക്കറിയാം. ഈ ചെടിയുടെ പേര് അറിയാൻ വയ്യാത്തവരായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ ആരും ഉണ്ടാവില്ല. എന്നാലും ഞാനൊന്ന് പറയാം. ഇതിന് പല പേരുകളുണ്ട്, പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. പെരുങ്ങലം എന്നറിയും, പെരുമലം എന്നറിയും, ഒരുവേരൻ എന്നറിയും. പിന്നെ മറ്റൊരു രസകരമായ പേരുണ്ട്. ഇതിന് തീട്ടപ്ലാവല എന്നൊരു പേര് കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് തീട്ടപ്ലാവല എന്ന് പേര് കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് കുട്ടികൾ അപ്പിയിട്ടാൽ അത് കോരിക്കളയുന്നതിനും അവരുടെ പൃഷ്ഠഭാഗം വൃത്തിയാക്കുന്നതിനും ഇതിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതൊന്നുമല്ല, ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്. ഇത് ഒരുത്തന്നിക്കുത്തിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഒരുത്തന്നിക്കുത്തിന് ഉപയോഗിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇതിൻ്റെ തളിരില എടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമ്മുടെ ഇടതുവശത്താണ് ഒരുത്തന്നിക്കുത്തുള്ളതെങ്കിൽ വലതുവശത്തെ കാലിൻ്റെ ഉള്ളംകാലിലും, വലതുവശത്താണുള്ളതെങ്കിൽ ഇടതുവശത്തെ കാലിൻ്റെ ഉള്ളംകാലിലും ഇത് പുരട്ടുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ചെയ്ത് ഒരുത്തന്നിക്കുത്ത് മാറ്റാം എന്നാണ് അനുഭവം. പിന്നെ ഇതിന് മറ്റൊരു പ്രധാന ഉപയോഗം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത്, ഇത് യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾക്ക്, അതായത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ രോഗികൾക്ക് പോലും ഇത് കൊടുത്ത് ഇതിൻ്റെ വേര് പച്ചരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിച്ച് ആ രോഗം ഭേദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നൊരിക്കൽ പറയാം.